നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നതേ നമ്മുടെ പത്തനാപുരം പുല്ലൂർ റൂട്ടിലുള്ള കുരിയോട്ടുമലയിലുള്ള കേരള സർക്കാരിൻ്റെ ഒരു വലിയൊരു സംരംഭമുണ്ട്. നമ്മുടെ ഒരു വലിയൊരു പൗൾട്രി ഫാമാണ്. 840ഓളം പശുക്കളുള്ള ഒരു ഫാം. 300 ചില്ലുവാനും ജോലിക്കാരുണ്ട്. സ്ഥിരമായിട്ടുള്ള ജോലിക്കാർ 178 ജോലിക്കാരും ബാക്കി പാർട്ട് ടൈം വർക്കറും ഒക്കെ ആയിട്ടുള്ളവരുണ്ട്. നമ്മൾ ഈ കാണുന്നതൊക്കെ കറവ പശുക്കളുടെ പ്ലാന്റാണ്. ഇവരെ 4 പശുക്കളെ വീതം കൊണ്ടുവന്ന് അങ്ങനെ കറന്ന് മാറ്റുവാണ്. ആദ്യം നമ്മൾ കണ്ടത് പശുവിൻ്റെ പാല് പ്രോസസ്സിങ് ചെയ്യുന്ന പ്ലാന്റായിരുന്നു. അപ്പോൾ ഈ നിൽക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ പശുക്കൾക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും അസുഖങ്ങൾ, അവർക്ക് വയറിളക്കമോ അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, അത് ട്രീറ്റ് ചെയ്യുന്ന പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. 840ഓളം പശുക്കളുണ്ട്. ഇതെല്ലാം ഇഞ്ചക്ഷൻ ചെയ്ത പശുക്കളാണ്. ഇവരൊക്കെ ഒരു 2-3-4 മാസം കഴിയുമ്പോൾ പ്രസവിക്കാനുള്ളതാണ്. അപ്പോൾ ഇവരുടെ കാളക്കുട്ടികളെ ഒന്നും ഇവരിവിടെ വളർത്താറില്ല. അതിനെ ഒരു പ്രായമായി കഴിയുമ്പോൾ കാളക്കുട്ടികളെ എല്ലാം വിൽക്കും. പശുക്കുട്ടികളെ മാത്രമേ ഇവിടെ വളർത്താറുള്ളൂ. അത് ഒരു ദിവസം ആയത് തൊട്ട് മേൽപോട്ടുള്ള പശുക്കുട്ടികളെല്ലാം ഇവിടെ ഉണ്ട്. ഇത് മൊത്തം പശുക്കളാണ്, കാളകളില്ല. കാളകളെല്ലാം ഒരു മാസമോ 2 മാസമോ കഴിയുന്ന സമയത്ത് അവരെ എല്ലാം വിൽക്കും. അത് ആവശ്യക്കാർ നേരത്തെ രജിസ്റ്റർ ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് അവരെ വിൽപ്പന ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഫാമിനകമൊക്കെ ഒന്ന് കണ്ടാലോ. ഇവരെയൊക്കെ ഇതേ അഴിച്ചു വിട്ടിരിക്കേണ്ടില്ലേ. അവരൊന്നും കിട്ടില്ല. അവരൊക്കെ വളരെ ശാന്തരായിട്ടുള്ളവരാണ്. നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് പേടിയാണ്. ഇതെല്ലാം ഇഞ്ചക്ഷൻ കഴിഞ്ഞവരാണ്. പിന്നെ 2 മാസം ആയവരുണ്ട്, 6 മാസം ആയവരുണ്ട്. എല്ലാവരും പ്രത്യേകം വേർതിരിച്ചായിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ വെച്ചൂർ പശുക്കളുണ്ട്. അവരൊത്തിരിയുണ്ട്. അവരുമുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളുമൊക്കെ ഒത്തിരിയുണ്ട്. അവരുടെ പാലിൻ്റെയൊക്കെ ഔഷധ ഗുണം നമുക്ക് അറിയാമല്ലോ. പിന്നെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വകഭേദമാണ് അവരിപ്പോൾ ഇല്ല. ഇത് നമ്മളെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മോഷണം നടത്തിയ ആദിവാസി ബാലനെ നമ്മുടെ പ്രബുദ്ധ കേരളം തല്ലിക്കൊന്നില്ലേ, ആ പാപത്തിൻ്റെ പ്രതിമയായി കാണുന്നു. ഇതുപോലെ ജീവൻ തുടിക്കുന്ന ഒരുപാട് പ്രതിമകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ അരീക്കൊമ്പ്, ഇത് ജനിച്ച നാട്ടിൽ നിന്ന് നാട് കടത്തപ്പെട്ട അരീക്കൊമ്പൻ്റെ പ്രതിമയായത്. അതുപോലെ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള പ്രതിമകളാണ് ഇതിനകത്ത് സ്ഥാപിച്ചിരിക്കുന്ന മൊത്തം. ഈ കാണുന്ന പുല്ല് വളരെ ഔഷധ ഗുണമേറിയ പുല്ലുകളാണ്. പ്രത്യേകം പശുക്കൾക്ക് വേണ്ടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. 106 ഏക്കറാണ് ഈ ഫാം. ഇത് നമ്മൾ രാവിലെ 8 മണിക്ക് ഇവിടെ ഓപ്പൺ ആവും. ഒരു 8:30 ആകുമ്പോൾ നമ്മൾ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ കോഫി ഷോപ്പുകളുണ്ട്, ക്യാൻറ്റീനുണ്ട്, ചായയും കാപ്പിയും ഊണും എല്ലാം അവിടെ കിട്ടും. അപ്പോൾ ഒരു ദിവസം കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന് നമുക്ക് പൂർണ്ണമായിട്ട് കാണാനുള്ള കാഴ്ച ഇതിനകത്തുണ്ട്. എല്ലാ സൈറ്റുകളിലേക്കും വണ്ടികൾ എത്തുന്നതാണ്. എല്ലാം കോൺക്രീറ്റ് റോഡാണ്. 4 വീലായാലും 2 വീലായാലും എല്ലാ സ്ഥലത്തും എത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസത്തേക്ക് പൂർണ്ണമായ ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ദിവസം മൊത്തം ചിലവഴിക്കാം. അത്രമാത്രം കാണാനുള്ള കാഴ്ചയുണ്ട്. പശുവിൻ്റെ പ്ലാന്റ് മാത്രമല്ല, മീനുകളെ വളർത്തുന്നുണ്ട്, മറ്റേ ഒട്ടകപ്പക്ഷിയുണ്ട്, എമുണ്ട്, അങ്ങനെയുള്ള ഒരുപാടുണ്ട്. നല്ല രസമുള്ളൊരു കാഴ്ച. ഇതൊരു ഭയങ്കര ഒരു വ്യൂ പോയിൻ്റാണ്. ഈ വ്യൂ പോയിൻ്റ് താഴെയായിട്ടാണ് നമ്മുടെ ഈ കൊമ്പൻ്റെ പ്രതിമയുള്ളത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ആന നിൽക്കുകയാണെങ്കിൽ തോന്നത്തുള്ളൂ. അത്രമാത്രം ഒറിജിനാലിറ്റിയാണ് ആ വിഗ്രഹത്തിന്. അതുപോലെ തന്നെ ഇങ്ങോട്ടുമുണ്ട് ഒരുപാട് പ്രതിമകൾ. കാട്ടുപോത്തിൻ്റെയും പിന്നെ ഹിപ്പോപ്പൊട്ടാമസിൻ്റെയും ഇതിൻ്റെയൊക്കെ കാളകളുടെയും പശുവിൻ്റെയും ഒക്കെ ഉണ്ട്. ഒരുപാടുണ്ട്, ആടുകളുടെയൊക്കെ. ഇത് മീൻ വളർത്തുന്നതാണ്. ഇവിടെ നമുക്ക് നല്ലൊരു ബട്ടർഫ്ലൈയുടെ ഗാർഡനുണ്ട്. ഇത് കണ്ടില്ലേ, നല്ലൊരു ഗാർഡനാണ്. അപ്പോൾ ഈ ഗാർഡനകത്ത് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചിത്രശലഭങ്ങളെ നമുക്ക് കാണാം. വളരെ ഭംഗിയാണ്. നമ്മളൊരു ഇത് ബട്ടർഫ്ലൈയുടെ ഗാർഡൻ എന്ന് എഴുതി വെച്ചിരിക്കുന്ന അതാണ് നമ്മൾ സാധാരണ ധരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ അവർ വന്ന് നമ്മളെ അങ്ങ് പൊതിയും. അത്രമാത്രം നമ്മളെങ്ങോട്ട് പോയാലും ഇവർ നമ്മുടെ പുറകെ വരും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കാണാം, കണ്ട് ആസ്വദിക്കാം. നല്ലൊരു ഫാമാണ്. ഒത്തിരി ഏരിയയുണ്ട്. നമ്മുടെ കയ്യിൽ നമുക്ക് ജസ്റ്റ് ഒരു കുപ്പി വെള്ളം മാത്രം കരുതിയാൽ മതി. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമുണ്ട്. നല്ല അടിപൊളി പാർക്കുണ്ട്. അതൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് കാണാം. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗങ്ങളിനകത്തൊന്ന് കണ്ടോണ്ട് സംസാരിക്കാം. നമുക്ക് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. കുട്ടികളുടെ പാർക്ക്. അതിനകത്ത് നിൽക്കുന്ന പശുക്കളെയും എരുമയും പോത്തിനെയും കാളയും ഒക്കെ നമ്മൾ കണ്ടാൽ നമുക്ക് തോന്നും ഒറിജിനലായിട്ട് നിൽക്കുകയാണ് തോന്നും ദൂരെ നിന്ന് നോക്കിയാൽ. നല്ലൊരു ഗാർഡനാണ് കേട്ടോ. ഒരു ശകലവും വെയിൽ നമുക്ക് ഇതിനകത്ത് തട്ടില്ല. അപ്പോൾ എൻ്റെ സാരഥി അവനെ അവിടെ വെയിലത്ത് വെക്കണ്ടെന്ന് വെച്ചാൽ എൻ്റെ
ഗാർഡനുള്ളിൽ ഒരു മുളയുടെ ചുവട്ടിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. ഇത് പശുക്കൾക്ക് പുല്ല് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഇവിടെ മെഷീന് ഇവനെ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് ചെറുതാക്കി പൊടിച്ചാണ് പശുക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പ്ലാന്റാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു വലിയൊരു കുതിരലയമുണ്ട്. അവിടെ നമുക്ക് കുതിരസവാരി പഠിപ്പിക്കുന്നുണ്ട്. കുതിരസവാരി ചെയ്യാം. ചെറിയ തുച്ഛമായ പൈസ മാത്രമേ ഉള്ളൂ. ആ പൈസ അടച്ചു കഴിഞ്ഞാൽ കുതിരസവാരി ചെയ്യാം. നമ്മുടെ സാധാരണ രീതിയിലുള്ള കുതിരസവാരി ചെയ്യുന്ന സ്ഥലമൊന്നുമല്ല. കുതിരപ്പുറത്ത് നമ്മൾ താഴെ വീണ് കഴിഞ്ഞാൽ നമുക്ക് ദേഹം മുറിയുകയോ നമുക്ക് ക്ഷതമേൽക്കുകയോ ഒന്നും ചെയ്താൽ നല്ല പൂഴി മണൽ വേണ്ട, നല്ല കനത്തിലാണ് പൂഴി മണലിട്ടിരിക്കുന്നത്. ആ പൂഴി മണലിൽ കൂടെ കുതിര നടക്കുന്നത്. പിന്നെ ഗാർഡന്, ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഗാർഡന് നമുക്ക് കാണാം. വളരെ നല്ലൊരു കേരള സർക്കാരിൻ്റെ വളരെ നല്ലൊരു സംരംഭമായത്. ഇത് നിങ്ങളെല്ലാവരും വന്ന് കാണണം. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ കാണുന്നതിനകത്തെല്ലാം മീൻ വളർത്തിയിരിക്കുകയാണ്, പല ടൈപ്പിൽ. ഇത് ഓരോ പ്രായത്തിലുള്ള മീനുകളെയാണ് ഓരോ കുളത്തിലും വളർത്തിയിരിക്കുന്നത്. പ്രായപൂർത്തിയാവുന്നതനുസരിച്ച് അവയെ പിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത് കിലോയ്ക്കൊക്കെ നമ്മുടെ 200 രൂപയ്ക്കൊക്കെ താഴെ അങ്ങോട്ട് തുച്ഛമായ വില മാത്രമേ ഉള്ളൂ. ഇതിൽ നിറച്ച് മീനുകളുണ്ട്. പിന്നെ ഈ ഇലകളൊക്കെ വീണിട്ടാണ് അതിൻ്റെ നിറത്തിനൊക്കെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. നമ്മൾ നല്ലൊരു വനത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതി നമുക്കിവിടെ കിട്ടും. പിന്നെ അതിനകത്ത് നമുക്ക് വേണ്ടുന്ന ടോയ്ലറ്റും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല സഹകരിക്കുന്ന സ്റ്റാഫുകളാണ്. അല്ലാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളെ കടിച്ചു തിന്നാൻ വരുന്ന ടൈപ്പുള്ള ആൾക്കാരൊന്നുമല്ല. വളരെ കോപ്പറേറ്റീവായിട്ടുള്ള സ്റ്റാഫുകളാണ്. എല്ലാ കാര്യങ്ങളും നമുക്കറിയാത്ത എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരും. പിന്നെ അവിടെ നമുക്കൊരു ഗൈഡ് തരും. നമുക്ക് അതിനെപ്പറ്റി എല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹിസ്റ്ററി അതിനകത്തുണ്ട്. ഇത് 3 പെൺ ഒട്ടോപ്പക്ഷി, ഒരു ആൺപക്ഷി, ഇവിടെയുള്ള 4 പേരുണ്ട്. ഇവരുടെ മുട്ട താഴത്തെ കൗണ്ടറിൽ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ എനിക്കത് മേടിക്കാൻ പറ്റിയില്ല, ഞാനത് മറന്നുപോയി. പക്ഷേ ഞാൻ തേൻ കിട്ടുമോടെ, ഞാൻ തേൻ വാങ്ങിയിരുന്നു. പിന്നെ നല്ല പാല്, തൈര്, അച്ചാർ, അങ്ങനെ. അതുപോലെ അവിടുത്തെ ക്യാൻറ്റീനിൽ നമുക്ക് കിട്ടുന്ന ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വെച്ചൂർ പശു. നമ്മൾ കണ്ടില്ലേ, അത് വെച്ചൂർ പശുവാണ്. ആ കഴിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം ഇതെന്ന് പറഞ്ഞാൽ കാസർഗോഡും കർണാടകത്തിലെയും പശുക്കളാണ്. ഇത് വ്യത്യസ്തമായ പശുക്കളാണ്. ഈ പശുക്കളെ കണ്ടാൽ നമ്മൾ ആദ്യം കാളയാണെന്ന് വിചാരിക്കത്തുള്ളൂ. അപ്പോൾ ഇവരെ പ്രത്യേക ഒരു കെട്ടിടത്തിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു പ്രത്യേക കെട്ടിടത്തിൽ ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവർ ഭയങ്കരമായ രീതിയിൽ വർഷമുള്ള പാലുള്ള പശുക്കളാണ്. ഇവർ കർണാടകത്തിലെ ഒരു സ്പെഷ്യലാണ്. അപ്പോൾ ഇതിനകത്തേ കണ്ടിലെ ഗാർഡനാണ്. നമ്മൾ കയറി ചെല്ലുന്ന വഴിയും ഇറങ്ങി വരുന്ന വഴിയൊക്കെ വളരെ മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വലതുവശത്തായിട്ടാണ് ക്യാൻറ്റീൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വരിക. നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഒരു ദിവസം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.